മുഖ്യമന്ത്രി വി ഡി സതീശനെതിരെ തിരുവനന്തപുരത്ത് വമ്പൻ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ച് NSS. താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ ആണ് പ്രതിഷേധം. ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് പ്രകടനം. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സുകുമാരൻ നായർക്കെതിരെ അപവാദ പ്രചാരണങ്ങൾ നടക്കുന്നെന്ന് നേതൃത്വം അറിയിച്ചു. അത്തരം പ്രചാരണങ്ങളിൽ പ്രതിഷേധിച്ചാണ് മാർച്ച്. വിശദാംശങ്ങളുമായി ഹാൻസ് ജോൺ ചേരുകയാണ്. ഹാൻസ്, ഇതിപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് വെച്ച് തന്നെ നടന്ന പ്രശ്നമാണ്. NSSും മുഖ്യമന്ത്രിയും തമ്മിൽ ഒരിക്കലും യോജിച്ചു പോയിട്ടില്ല. അതിൻ്റെ ഒരു പാരമ്യത്തിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. NSSനെ സംബന്ധിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ കാണാമെന്ന് പറഞ്ഞിട്ടും അതൊരു അഭിമാന പ്രശ്നമൊക്കെയായി എടുക്കുകയാണ് സുകുമാരൻ നായർ. ലിനിഷ, NSSനെ സംബന്ധിച്ചിടത്തോളം ഒരു ശക്തി പ്രകടനം തന്നെയാണ് ഇന്ന് തിരുവനന്തപുരത്ത് ഉണ്ടായത്. അവർ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ 24 മണിക്കൂർ പോലും ഈ പ്രകടനം നടത്തുന്നതിന് ക്രമീകരിക്കുന്നതിനായി അവർക്ക് സമയം ലഭിച്ചിരുന്നില്ല. എന്നിരുന്നാൽ പോലും 300-ലധികം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് തിരുവനന്തപുരം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും പുത്തരിക്കണ്ടം മൈതാനം വരെയാണ് അവർ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത്. പക്ഷേ അവർ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇതൊരു പ്രതിഷേധമല്ല, അതിനേക്കാൾ ഉപരി NSS ജനറൽ സെക്രട്ടറിക്ക് തങ്ങളുടെ നിരുപാധികമുള്ള പിന്തുണ നൽകിക്കൊണ്ട് അല്ലെങ്കിൽ ആ പിന്തുണ അറിയിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രകടനം മാത്രമാണ്, അല്ലെങ്കിൽ ഐക്യദാർഢ്യ റാലി മാത്രമാണെന്നാണ് NSSന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റും ഇന്നത്തെ മാർച്ചിന് നേതൃത്വം നൽകിയ സംഗീത് കുമാർ പറഞ്ഞത്. ഇതൊരിക്കലും മുഖ്യമന്ത്രി വി ഡി സതീശനെതിരെയോ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർക്കെതിരെ വിമർശനം ഉന്നയിച്ച സുരേഷ് ഗോപിക്കെതിരെയോ CP രാധാകൃഷ്ണൻ, ഉപരാഷ്ട്രപതിയായിട്ടുള്ള CP രാധാകൃഷ്ണനെതിരെയോ ഉള്ള ഒരു പ്രതിഷേധ പ്രകടനമല്ല. അതിനേക്കാൾ ഉപരി കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ജി സുകുമാരൻ നായർക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിലും അതിനോടൊപ്പം തന്നെ മറ്റു മാധ്യമങ്ങളിലൂടെയും തെറ്റായ പ്രചരണങ്ങൾ നടത്തുന്നു, അദ്ദേഹത്തെ അധിക്ഷേപിക്കാനുള്ള ശ്രമം നടക്കുന്നു. ഇതിനെതിരെയാണ് തങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു പ്രകടനം ഉണ്ടായത് എന്നാണ് സംഗീത് കുമാർ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ വളഞ്ഞിട്ട് ആക്രമിക്കാൻ, ജനറൽ സെക്രട്ടറിയെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ആരെയും അനുവദിക്കില്ല. എപ്പോഴും NSSന്റെ എല്ലാ യൂണിയനുകളും NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്കൊപ്പമുണ്ട് എന്നുകൂടി പറഞ്ഞു വെച്ചുകൊണ്ടാണ് അവർ ഈ പ്രകടനം നടത്തിയത്. ഇന്ന് ഇപ്പോൾ തിരുവനന്തപുരത്തെ NSS താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പ്രകടനം നടന്നതെങ്കിൽ സംസ്ഥാനത്തെ മറ്റ് യൂണിയനുകളുടെ നേതൃത്വത്തിലും വരും ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രകടനങ്ങൾ ഉണ്ടാകും എന്നാണ് അവർ പറയുന്നത്. ഏതെങ്കിലും തരത്തിൽ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ അനുവദിക്കില്ല. അതിനോടൊപ്പം തന്നെ NSS ജനറൽ സെക്രട്ടറി എന്ത് തരത്തിലുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത് എല്ലാ വിഷയങ്ങളിലും ആ നിലപാടിന് നിരുപാധികം പിന്തുണ താലൂക്ക് യൂണിയനുകളുടെ ഭാഗത്തുനിന്നുണ്ടാകും എന്നുകൂടി ഇന്ന് NSS പ്രവർത്തകർ പറഞ്ഞു വയ്ക്കുകയുണ്ടായി. ലിനിഷ.